നമുക്കൊരു ഗർഭിണിയാവുന്നതിന് മുന്നേ, അതായത് അമ്മയാകാൻ തയ്യാറെടുക്കുന്നതിന് മുന്നെയോ അച്ഛനാകാൻ തയ്യാറെടുക്കുന്നതിന് മുന്നെയോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? വളരെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഒന്ന്, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ഭയങ്കര പ്രിപ്പയർഡ്നെസ് ഇതിന് കൊടുക്കരുതെന്നാണ്. നമ്മൾ ഭയങ്കരമായിട്ടൊരു പ്രിപ്പയർഡ്നെസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും എല്ലാ കാര്യത്തിലും ടെൻസ്ഡ് ആവും. എന്താ പറ്റുന്നത്? നമ്മൾ ഈ മാസം നമ്മൾ കോൺടാക്ട് ചെയ്തു, കൃത്യം ഓവുലേഷൻ നോക്കി കോൺടാക്ട് ചെയ്തു, പീരീഡായി, ഓവുലേഷൻ നോക്കിയിട്ടും കോൺടാക്ട് ചെയ്തില്ല, എന്നിട്ടും നടന്നില്ലല്ലോ. നെക്സ്റ്റ് ടൈം ആ ഒരു സ്ട്രെസ്സും കൂടെ ആയി. നെക്സ്റ്റ് മന്ത് ഓവുലേഷൻ്റെ സമയത്ത് കോൺടാക്ട് ചെയ്യാൻ നിൽക്കുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് തീരെ ക്ഷീണിച്ചിട്ടാണ് വരുന്നത്, അന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. വൈഫ് പറയുന്നു, അയ്യോ ഇന്നലെയായിരുന്നു ഓവുലേഷൻ പക്ഷേ കോൺടാക്ട് ചെയ്തില്ല, നിങ്ങളുടെ ഒരു തെറ്റാന്നുള്ള രീതിയിൽ. അവിടെയും കുറച്ചും കൂടെ ടെൻഷൻ കൂടി വരുന്നു. 2 മാസമായി, 3-ാമത്തെ മാസം എത്തി. 3-ാം ദിവസം ഡേ 14 കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന സമയത്ത് ഹസ്ബൻഡ് സ്ഥലത്തില്ല. അല്ലെങ്കിൽ അന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഹസ്ബൻഡിന് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വന്നു. ഹസ്ബൻഡിന് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ക്ഷീണം കാരണമാവാം, ടെൻഷൻ കാരണമാവാം. ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ആ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ ടെൻഷൻസ് ഉണ്ടാവാൻ തുടങ്ങി, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി, കുട്ടിയാവുന്നില്ല എന്നുള്ള ടെൻഷൻ തുടങ്ങി. അപ്പം എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഇത്രയും ഒരു ടെൻസ്ഡപ്പ് ആയിട്ടല്ല ഇതിനെ കാണേണ്ടത്. നിങ്ങൾ ഒരു സ്ത്രീയാണ്, ഓക്കെ, ഇനി നമുക്ക് കൺസീവ് ചെയ്യാമെന്നുള്ള ഇത് വരികയാണെങ്കിൽ നല്ല എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, തൈറോയിഡും ഷുഗറും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക, ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുക, അമിത വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുക, BMI കറക്റ്റ് ആക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് അവിടെ ശരിയാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇന്ന ദിവസം കോൺടാക്ട് ചെയ്യണം, ഇന്ന ഓവുലേഷൻ, സൈക്കിൾസ് റെഗുലർ ആണെന്നുള്ള നോക്കുക. ഇത്രയും മാത്രം ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു 3-4-5 മന്ത്സ് ട്രൈ ചെയ്തിട്ടോ ആയില്ലെങ്കിൽ ഡോക്ടറെ കാണുകയാണ് വേണ്ടത്. ഹസ്ബൻഡ് അല്ലെങ്കിൽ പുരുഷൻ എന്താണ് ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഉണ്ടെങ്കിൽ അത് കഴിവതും നിർത്താൻ ശ്രമിക്കുക. കുറച്ച് ടൈം വൈഫായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യു ആർ റെഡി ടു ഗോ. പിന്നെ ആയില്ല എന്നുണ്ടെങ്കിൽ വായോ, ഇവിടെ ഉണ്ടല്ലോ ആൾക്കാർ.